കയ്യിൽ ഗാണ്ഡീവം, മുന്നിൽ യുദ്ധഭൂമി. പക്ഷേ അർജുനന്റെ മനസ്സ് തകർന്നു. എന്തുകൊണ്ട്? ഹരേ കൃഷ്ണ, ഞാൻ രമ. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായി. യുദ്ധം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടല്ല അർജുനൻ പിന്മാറിയത്. സ്നേഹം, കരുണ, ബന്ധുക്കളോടുള്ള മമത, ധർമ്മത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം, പാപഭയം ഇവയായിരുന്നു അദ്ദേഹത്തെ തളർത്തിയത്. ഇന്ന് നമുക്ക് അർജുനൻ യുദ്ധത്തിന് തയ്യാറാകാതിരുന്നതിൻ്റെ 5 പ്രധാന കാരണങ്ങൾ നോക്കാം. 1. ബന്ധുക്കളോടുള്ള സ്നേഹം. മുന്നിൽ സ്വന്തം ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കണ്ടപ്പോൾ അർജുനന് അവരോട് യുദ്ധം ചെയ്യാൻ മനസ്സില്ലാതായി. ഇവരെ കൊന്ന് എനിക്ക് എന്ത് സന്തോഷം എന്ന ചിന്ത അദ്ദേഹത്തെ വേദനിപ്പിച്ചു. 2. കരുണയും ദുഃഖവും. യുദ്ധത്തിൽ അനേകം ആളുകൾ മരിക്കുമെന്ന് അർജുനൻ ചിന്തിച്ചു. അവരുടെ കുടുംബങ്ങൾ തകർന്നു പോകുമെന്ന ചിന്ത അദ്ദേഹത്തിൽ വലിയ കരുണയും ദുഃഖവും ഉണ്ടാക്കി. 3. ധർമ്മത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം. സ്വന്തം ബന്ധുക്കളോട് യുദ്ധം ചെയ്യുന്നത് ശരിയാണോ എന്ന സംശയം അർജുനന്റെ മനസ്സിൽ ഉയർന്നു. എന്താണ് എൻ്റെ ധർമ്മം, എന്താണ് ശരിയായ കർമ്മം എന്ന ചോദ്യത്തിൽ അദ്ദേഹം ആശയക്കുഴപ്പത്തിലായി. 4. പാപഭയം. ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കൊല്ലുന്നത് വലിയ പാപമാകുമോ എന്ന് അർജുനൻ ഭയപ്പെട്ടു. വിജയവും രാജ്യവും ലഭിച്ചാലും അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ കൊല്ലേണ്ടി വന്നാൽ ആ വിജയം തനിക്ക് വേണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. 5. ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം. അർജുനന്റെ ഏറ്റവും വലിയ പ്രശ്നം പുറത്തുള്ള യുദ്ധമല്ലായിരുന്നു, അകത്തുള്ള യുദ്ധമായിരുന്നു. രാജ്യം, വിജയം, സന്തോഷം ഇവയൊക്കെ ആർക്കു വേണ്ടി എന്ന ചോദ്യം അദ്ദേഹത്തെ ആഴത്തിൽ ബാധിച്ചു. അർജുനന്റെ വിഷാദം ഒരു ദൗർബല്യം മാത്രമല്ല, അതായിരുന്നു ശ്രീകൃഷ്ണന്റെ ഗീതോപദേശത്തിലേക്കുള്ള വാതിൽ. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയാതെ നാം തളരാറുണ്ട്. അപ്പോൾ അർജുനനെ പോലെ ശരിയായ മാർഗനിർദ്ദേശം തേടുന്ന എന്നതാണ് പ്രധാനപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിലും അർജുനനെ പോലെ ഒരു ആശയക്കുഴപ്പമുണ്ടോ? അങ്ങനെയെങ്കിൽ ഭഗവത്ഗീത, ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാകട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.